നമസ്തേ. കണ്ണൂർ വിഷൻ ചാനലിൻ്റെ പ്രദക്ഷിണ വഴിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പ്രദക്ഷിണ വഴി എത്തിച്ചേർന്നത് മുണ്ടേരിക്കാവ് ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രത്തിലേക്ക് എത്താനുള്ള പ്രധാന വഴി കണ്ണൂരിൽ നിന്ന് ചൊവ്വയിൽ നിന്ന് വലിയന്നൂർ വഴി മുണ്ടേരിമുട്ടയിൽ നിന്ന് സമീപത്ത് തന്നെ കുടുക്കിമുട്ട, ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഒരു പ്രദേശത്തെത്തിക്കഴിഞ്ഞാൽ ഈ പ്രസിദ്ധമായ മുണ്ടേരിക്കാവ് ക്ഷേത്രത്തിലെത്താം. ഈ ക്ഷേത്രത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളൊക്കെ നമുക്ക് പ്രദക്ഷിണ വഴിയിലൂടെ മനസ്സിലാക്കി തൊഴുത് പ്രാർത്ഥിച്ചു വരാം. മുണ്ടേരിക്കാവ് ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തെത്തുമ്പോൾ തന്നെ ദേശജനങ്ങളുടെയും നാട്ടുകാരുടെയും ഒക്കെ കൂട്ടായ്മയോടുകൂടി നിർമ്മിച്ച വളരെ പരിശുദ്ധമായ തീർത്ഥക്കുളം കാണാം. ആ തീർത്ഥക്കുളത്തിലിറങ്ങി കൈകാല് കഴുകി ശുദ്ധിയാക്കിയതിന് ശേഷമാണത്രേ ക്ഷേത്രത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് പോകേണ്ടത്. ഏകദേശം 13 വർഷത്തിന് മുൻപ് ഈ നാട്ടിലെ ജനങ്ങളും ഭക്തന്മാരും കമ്മിറ്റിയും ഒക്കെ ചേർന്നും കൊണ്ടാണ് ഈ ക്ഷേത്രക്കുളം നിർമ്മിച്ചത്. ഒരു ക്ഷേത്രക്കുളം നിർമ്മിക്കുന്ന സമയത്ത് ആ കുളത്തിൽ ഉണ്ടാകുന്ന ജീവജാലങ്ങൾ ഒപ്പം പ്രകൃതി സംരക്ഷണം കൂടിയാണ് ഒരു ക്ഷേത്രത്തിൻ്റെ കുളമെന്ന് പറയുന്നത്. മഹോത്സവമൊക്കെ നടക്കുന്ന കാലഘട്ടത്തിൽ ആറാട്ട് നടക്കേണ്ടതും ഈ ക്ഷേത്രക്കുളങ്ങളിലാണ്. അതുതന്നെയാണ് പഴയ കാലത്ത് ആലും കുളവും ക്ഷേത്രവും ഒരു പ്രദേശത്തിൻ്റെ മുഴുവൻ അഭിവൃദ്ധിക്ക് കാരണമാണെന്ന് പൂർവികർ പറയാറുണ്ട്. നമുക്കും ആ തീർത്ഥക്കുളത്തിലിറങ്ങി കൈകാല് കഴുകി ശുദ്ധാക്കി ക്ഷേത്രത്തിലേക്ക് പോകാം. മുണ്ടേരി കാവ് മഹാലക്ഷ്മി ക്ഷേത്രം
കേരളത്തിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവമാണ് മഹാലക്ഷ്മി ക്ഷേത്രം. മുണ്ടേരി എന്ന് പറയുന്ന ഈ ദേശത്തിന് മുണ്ടേരി എന്ന നാമധേയം വരാൻ പോലും കാരണം പഴമക്കാർ പറയുന്നത് മുൻചേരി ലോപിച്ച് മുണ്ടേരിയായി എന്നാണ്. മഹാലക്ഷ്മിക്കും ജ്യേഷ്ഠാ ഭഗവതിക്കും ഒരേ ക്ഷേത്രത്തിനകത്ത് പ്രതിഷ്ഠയുള്ള വടക്കേ മലബാറിലെ ഏക ക്ഷേത്രമാണത്രേ മുണ്ടേരിക്കാവ് ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രം. ഈ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് ഐശ്വര്യവും അഭിവൃദ്ധിയും യശസ്സും നേടുന്നവരും നേടിയവരും ഏറെയാണെന്ന് ഇവിടുത്തെ ഐതിഹ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. പ്രദക്ഷിണ വഴിയിലൂടെ മറ്റ് ഐതിഹ്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കി തൊഴുത് പ്രാർത്ഥിക്കാം. ശ്രീ മുണ്ടേരിക്കാവ് ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രം വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ്. വലിയ മരങ്ങളും കാടുകളും നിറഞ്ഞ് ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. ഏകദേശം 1000 കൊല്ലത്തിലധികം പഴക്കമുള്ള എന്നാണ് പറഞ്ഞു വരുന്നത്. ക്ഷേത്രത്തിൽ തീരെ നശിച്ച സ്ഥലത്തു നിന്ന് നമ്മൾ 1996 മാർച്ച് മാസം ചെറിയ തോതിലുള്ള ശ്രീകോവിലുണ്ടാക്കി പ്രതിഷ്ഠ നടത്തിയിരിക്കുകയാണ്. അതിനുശേഷം നിത്യപൂജാതി കർമ്മങ്ങൾ ഭംഗിയായി നടന്നു വരുന്നുണ്ട്. ശ്രീ മഹാലക്ഷ്മി, ജ്യേഷ്ഠാ ഭഗവതി, കിരാതമൂർത്തി, വനശാസ്താവ് എന്നീ ദേവീദേവന്മാർ പൂജ നടത്തി വരുന്നുണ്ട്. എല്ലാ മാസത്തിലും മകങ്ങളുടെ പ്രാർത്ഥന നടത്തി വരുന്നുണ്ട്. കൂടാതെ കന്നിമാസത്തിലെ തൃക്കേട്ടക ദിവസം ജ്യേഷ്ഠാ ഭഗവതിക്ക് തൃക്കേട്ടക പൂജ വളരെ പ്രധാനമായി നടത്തി വരുന്ന ഒരു പൂജാ കർമ്മമാണ്. കിരാതമൂർത്തി പയ്യാവൂരിൽ നിന്ന് ഇവിടെ എഴുന്നള്ളി എന്നാണ് പഴമക്കാർ വിശ്വസിച്ച് വരുന്നത്. തീരെ നശിച്ച ഒരു കുളം, ക്ഷേത്രത്തിന് ഒരു കുളം ഉണ്ടായിരുന്നു. അതിപ്പോൾ പുനർനിർമ്മാണം നടത്തി നല്ലൊരു കുളമാക്കി മാറ്റിയിരിക്കുകയാണ്. ക്ഷേത്ര ഉത്സവം മാർച്ച് 29 മുതൽ ഏപ്രിൽ 4 വരെയാണ്. അത് ഏപ്രിൽ 3ഉം 4ഉം തിടമ്പ് നൃത്തം, മഹാലക്ഷ്മിയുടെ തിടമ്പ് നൃത്തമാണ് നടത്തി വരുന്നത്. അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ്. ക്ഷേത്രം തന്ത്രി കൈതപ്പുറം തെക്കേ കോറമലത്തില്ലത്ത് ദാമോദരൻ നമ്പൂതിരി അവറുകളാണ്. മഹാലക്ഷ്മിക്ക് നവരാത്രി പൂജകളും വൈശാഖ മാസത്തിലെ അക്ഷയത്രി ദിവസം ഭക്തജനങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ സമർപ്പിക്കുകയും പൂജ നടത്തുകയും ചെയ്യാവുന്നതാണ്. നവരാത്രി ദിവസം ക്ഷേത്രത്തിൽ 9 ദിവസം പ്രത്യേക പൂജകൾ നടത്തി വരുന്നുണ്ട്. ജ്യേഷ്ഠാവതിക്ക് പ്രത്യേക വഴിപാടുകൾ, പായസം, തേങ്ങാച്ചോറ്, വെള്ള നിവേദ്യം, പിന്നെ അതെല്ലാം ഈ തൃക്കേട്ടക ദിവസം പൂജ ചെയ്തു വരുന്നുണ്ട്. ക്ഷേത്ര നവീകരണം പൂർത്തിയായിരുന്നില്ല. ആയത് ചുറ്റമ്പലം മുതലായവയോടുകൂടി അടുത്ത തന്നെ ക്ഷേത്ര നിർമ്മാണം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മഹാലക്ഷ്മി അനുവദിച്ചാൽ ആ കാര്യങ്ങളും ഭംഗിയായി നടത്താൻ വേണ്ടി ഭക്തജനങ്ങളുടെ സഹായങ്ങളും ഉണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. മുണ്ടേരി ദേശത്തെ ഈ ലക്ഷ്മി ജ്യേഷ്ഠാ ഭഗവതി ചൈതന്യങ്ങൾ പടിഞ്ഞാറോട്ടേക്ക് ദർശനമായാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഒരു കാലഘട്ടത്തിൽ ഈ ദേശം മുഴുവൻ ബ്രാഹ്മണ ആധിപത്യമുള്ള ദേശമായിരുന്നു എന്നും അങ്ങനെ ബ്രാഹ്മണ ആധിപത്യമുണ്ടാകുകയും അനവധി ബ്രാഹ്മണ ഇല്ലങ്ങളും അവരുടെ ആരാധനാമൂർത്തിയിൽപ്പെടുന്ന തേവാര സമ്പ്രദായവും ഒക്കെ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീട് ദേശത്തിനും ആ ബ്രാഹ്മണ പരമ്പരകൾക്കും ഒക്കെ നാശം സംഭവിച്ച സമയത്ത് അവർ ഈ ദേശത്ത് നിന്ന് പലായനം ചെയ്തു എന്നാണ് പറയുന്നത്. ഇന്നും ഈ ക്ഷേത്രത്തിൻ്റെ മണ്ണ് നീക്കുന്ന സമയത്ത് പല ഉപാധികളും പഴയ കാലഘട്ടത്തിലെ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ കിട്ടിയെന്നും ഇവിടുത്തെ അനുഭവസ്ഥർ നമുക്ക് പറഞ്ഞു തരുന്നു. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ അവർ ആചരിക്കുകയും ആരാധിക്കുകയും ചെയ്ത ആരാധനാമൂർത്തിയുടെ ബന്ധങ്ങൾ ഭൂമിയിലുണ്ടെന്നും ധാരാളം വെള്ളത്താൽ ചുറ്റപ്പെട്ടാണ് ഒരു കാലഘട്ടത്തിൽ ഈ ക്ഷേത്രം ഉണ്ടായതെന്നും പിൽക്കാലഘട്ടത്തിൽ നാട്ടുകാരുടെയും അതുപോലെ തന്നെ ഭക്തജനങ്ങളുടെയും ഒക്കെ കൂട്ടായ്മ കൊണ്ടാണ് ഇന്ന് ഈ കാണുന്ന വിധത്തിൽ ഈ ക്ഷേത്ര നവീകരണം ഇത്രയും പ്രവർത്തനങ്ങൾ നടന്നത് എന്ന് നമുക്കിവിടുത്തെ അനുഭവസ്ഥർ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് പ്രദക്ഷിണ വഴിയിലൂടെ
ക്ഷേത്രത്തിൻ്റെ പുറത്തെ ഭാഗം തൊഴുത് പ്രാർത്ഥിച്ച് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. ഞാൻ പഴയ കാലത്ത് ഇവിടുത്തെ കമ്മിറ്റിയിലുണ്ടായ ഒരാളായിരുന്നു. ഇപ്പം ഞാൻ ചെയർമാനായി വന്നിട്ട് 2020 ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രമാണ് ഇതിൽ. ഇപ്പം നമ്മൾ 3 പേരാണ് ഇവിടെ ട്രസ്റ്റിയിൽ അംഗമായിട്ടുള്ളത്. ഞാൻ ചെയർമാനാണ്, പിന്നെ ദിവാകരൻ, പിന്നെ രാജീവൻ, ഇവർ 2 പേരാണ് ഉള്ളത് എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട്. മറ്റേ സർക്കാരിൻ്റെ ജീവനക്കാർ 3 ജീവനക്കാരുണ്ട്. കഴകം, ശാന്തി, അടിച്ചുകളി, അവരുടെ ശമ്പളം ദേവസ്വമാണ് കൊടുക്കുന്നത്. ദേവസ്വം നമ്മൾ അത്യാവശ്യം ഫണ്ടെല്ലാം അനുവദിച്ച് കിട്ടാറുണ്ട്. നമ്മളിപ്പം പിന്നെ പഴയ ബിൽഡിങ്ങിൻ്റെ പിന്നെ തെർപ്പള്ളിൻ്റെ എല്ലാം പിന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു ഗഡു കിട്ടിയതാണ്, 2ാമത്തെ ഗഡുവിന് നമ്മൾ അപേക്ഷിച്ചിട്ടുണ്ട്. നമുക്കിപ്പം ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ചുറ്റമ്പലം ഇല്ല. അത് ചുറ്റമ്പലം എടുക്കാൻ വേണ്ടി നമ്മൾ വിപുലമായ നാട്ടുകാരുടെ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നാട്ടുകാരുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഇതിൽ ഉണ്ടാവണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് പഴയ കാലഘട്ടത്തിൽ ധാരാളം ബ്രാഹ്മണരുണ്ടായിരുന്നു, മഠങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ചില അവശിഷ്ടങ്ങളും അതുപോലെ തന്നെ ഈ പ്രദേശത്തിൻ്റെ പല ഭൂമികൾക്കും ഇപ്പോഴും പഴയ ഇല്ലങ്ങളുടെ പേര് ഉണ്ട് എന്നും ഇവിടുത്തെ പഴമക്കാർ പറയുന്നു. അപ്പോൾ അത്രയേറെ പ്രാധാന്യം ഈ പ്രദേശത്തിന് ബ്രാഹ്മണ ബന്ധമുണ്ടായിരുന്നു എന്നും ആ കാലഘട്ടത്തിൽ പല പ്രയാസങ്ങളും സംഭവിച്ച സമയത്ത് ഈ ബ്രാഹ്മണ ഇല്ലത്തിലെ പരമ്പരകൾ ചേർന്ന് മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ചു എന്നും അങ്ങനെ മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ചതിന് ശേഷം മഹാലക്ഷ്മി സ്വയംഭൂവായി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നും സ്വയംഭൂവായ സങ്കല്പത്തിലുള്ള ചൈതന്യങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ ഭൂമിക്കകത്തുണ്ട് എന്നും സ്വയംഭൂ ആരാധന നടത്തിയ ഒരു മഹാലക്ഷ്മി ചൈതന്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്നും പഴയ രേഖകളിലും മുൻകാലഘട്ടങ്ങളിൽ നടന്ന അഷ്ടമംഗല്യ പ്രശ്നത്തിലും സ്വർണ്ണപ്രശ്ന ചിന്തയിലുമൊക്കെ പറഞ്ഞു എന്നാണ് ഇവിടുത്തെ ഐതിഹ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ലക്ഷ്മി ഏതൊരാൾക്കും വേണം. ആ ലക്ഷ്മി കടാക്ഷമുണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ ധന്യതയുണ്ടാവും. ജീവിതത്തിൽ ഐശ്വര്യവും യശസ്സും ഉണ്ടാകാൻ എല്ലാവരും എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുന്നതും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകണമെന്നാണ്. മുണ്ടേരിക്കാവ് ക്ഷേത്രത്തിൽ വന്നാൽ ആ മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്തിന് വേണ്ടി വന്നു പോകുന്നവരേറെയാണ്. അതിലേറെ പ്രാധാന്യമാണ് മഹാലക്ഷ്മി ക്ഷേത്രത്തിലെ മകം തൊഴൽ. എല്ലാ മാസവും മകം നാളിൽ അനവധി ആളുകൾ ഇവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് ആ മകം നാളിൽ മഹാലക്ഷ്മിയെ തൊഴുത് സർവ്വ ഐശ്വര്യവും അഭിവൃദ്ധിയും നേടിക്കൊണ്ട് പോകുന്നു. അന്നത്തെ ദിവസം ഇവിടെ അന്നദാനം പോലുള്ള മഹൽകർമ്മങ്ങൾ എല്ലാ മാസത്തിലെയും മകന്നാളിൽ നടക്കുന്നു എന്നുള്ളത് വടക്കേ മലബാറിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒരു അപൂർവ ക്ഷേത്രമാണ് ഇതെന്ന് പറയാൻ അതുതന്നെയാണ് പ്രധാന കാരണം. മറ്റൊന്ന്, ഈ ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ്. ദേവസ്വം ബോർഡ് നൽകേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും സാമ്പത്തികമായ കാര്യങ്ങളും ഒക്കെ വളരെ ഭംഗിയായി ക്ഷേത്രത്തിന് നൽകുന്നുണ്ട് എന്നാണ് ഇവിടുത്തെ ഭാരവാഹികൾ നമുക്ക് പറഞ്ഞു തന്നത്. അങ്ങനെ നമ്മൾ തൊഴുത് പ്രാർത്ഥിച്ച് മഹാലക്ഷ്മിയെ തൊഴുത് പ്രാർത്ഥിച്ച് സർവ്വ ഐശ്വര്യത്തിനും വേണ്ടി പ്രദക്ഷിണ പർവ്വതം നമുക്ക് പൂർത്തിയാക്കാം. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ കന്നിമൂലയിൽ കിഴക്കോട്ടേക്ക് ദർശനമായി വനശാസ്താവാണ്. ഈ വനശാസ്താവിൻ്റെ ഒരു പ്രത്യേകത പ്രഭാ സത്യക സമേതനായ അയ്യപ്പനാണ്. വളരെ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രമേ കുഴരൂപത്തിൽ അയ്യപ്പനെ ആരാധിക്കുന്നുള്ളൂ. മുണ്ടേരിക്കാവ് മഹാലക്ഷ്മി ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയിൽ അയ്യപ്പനീശ്വരനെ വനശാസ്താവ് സദാകാലം മഴയും വെയിലും നനഞ്ഞുകൊണ്ടിരിക്കുന്ന
പ്രഭാ സത്യക സമേതനായ അയ്യപ്പനാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് തൊഴുതു പ്രാർത്ഥിച്ച് ശബരിമല ദർശനം ചെയ്യുന്നതും ഒപ്പം സന്താന അഭിവൃദ്ധിക്ക് വേണ്ടിയും ദാമ്പത്യ അഭിവൃദ്ധിക്കുമൊക്കെ ഇവിടെ വന്ന് അയ്യപ്പനീശ്വരനെ പ്രാർത്ഥിച്ചാൽ കാര്യസിദ്ധി ഏറെയാണെന്നാണ് പഴമക്കാർ പറയുന്നത്. പ്രദക്ഷിണ വഴിയിലൂടെ നമുക്ക് അയ്യപ്പനീശ്വരനെ തൊഴുത് ഇനി സാക്ഷാൽ മഹാലക്ഷ്മിയെ തൊഴുത് പ്രാർത്ഥിക്കാം. അപ്പം നമുക്ക് ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറി മഹാലക്ഷ്മിയെയും ജ്യേഷ്ഠാഭഗവതിയെയും മറ്റ് ഉപദേവതാ ചൈതന്യങ്ങളെയും തൊഴുത് പ്രാർത്ഥിച്ചു വരാം. ഒരു ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധി എന്ന് പറയുന്നത് ആചാര്യ തപസാംനായ ജപേന നിയമേന ഉത്സവേന അന്നദാനേന ക്ഷേത്രവൃദ്ധിസ്തു പഞ്ചതാന്ന. അപ്പോൾ ക്ഷേത്രങ്ങളിൽ വെച്ച് പുരാണ പാരായണങ്ങളും നാമജപങ്ങളും അനുഷ്ഠാനങ്ങളും നടക്കപ്പെടുന്നു. മുണ്ടേരിക്കാവ് മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ നിത്യം ദേവതയ്ക്ക് മുൻപിൽ ഭാഗവതം വായിച്ചു കേൾപ്പിക്കുന്ന സമ്പ്രദായം വർഷങ്ങളായി ഇവിടെ നടക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ദൈനംദിനമായ കാര്യങ്ങൾക്കൊക്കെ മുന്നിൽ നിൽക്കുന്ന മാഷദ്ദേഹമാണ് എല്ലാ ദിവസവും ഇവിടെ ഇരുന്ന് ഭാഗവതം വായിച്ച് ഭഗവതിയെയും ഈ ക്ഷേത്ര സങ്കേതത്തിലേക്കും ഒക്കെ ഈ ഭാഗവതം വായിച്ച് കേൾപ്പിക്കുകയാണ്. കണ്ണൂർ വിഷൻ ചാനലിൻ്റെ പ്രദക്ഷിണ വഴി വരുന്ന സമയത്തും പ്രേക്ഷകർക്ക് കാണാം അദ്ദേഹം ഭാഗവതം വായിക്കുന്നൊരു സമയം കൂടിയാണ്. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ഓം അസ്യ ശ്രീമദ്ഭാഗവതാഖ്യസ്തോത്രമന്ത്രസ്യ നാരദ ഋഷി ബൃഹസ്പതി ചന്ദ ശ്രീകൃഷ്ണ പരമാത്മാ ദേവതാം ബ്രഹ്മബീജം ഭക്തിശക്തി ജ്ഞാനവൈജാഗ്യകീലകം നമ ശ്രീമദ്ഭഗവത് പ്രസാദ്യത്തെ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുതസ്തുന്യന്തി ദിവ്യൈസ്തംഗപദക്രമോപനിഷദൈർ ഗായന്തി യം സാമക ധ്യാനാവസ്ഥയതർഗതേന മനസാം പശ്യന്തി യം യോഗിനോ യസ്യാന്തം അവിദു. മഹാലക്ഷ്മി ക്ഷേത്രം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വടക്കേ മലബാറിൽ അപൂർവമാണ് മഹാലക്ഷ്മി ക്ഷേത്രം. അതിലൊന്നാണ് മുണ്ടേരി കാവ് ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത മകം തൊഴലാണ്. എല്ലാ മാസത്തിലെയും മകം നാളിൽ ഇവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് ആ മകം നാളിൽ അന്നദാനം പോലുള്ള മഹൽ കർമ്മങ്ങളൊക്കെ നടക്കുന്ന ക്ഷേത്രം. മറ്റൊരു പ്രത്യേകത ഉത്സവം. ആ ഉത്സവ കാലഘട്ടത്തിൽ ക്ഷേത്രത്തിലെ തിടമ്പ് നൃത്തം മറ്റ് അനുഷ്ഠാനങ്ങളും ശ്രീഭൂതബലി നവകം അനുഷ്ഠാനത്തോടുകൂടി ഉത്സവം ഒരു ഭാഗത്ത് നടക്കും. എങ്കിലും എല്ലാ മാസത്തിലെയും മകന്നാളിൽ ക്ഷേത്രത്തിൽ ഈശ്വരിക്ക് നിവേദ്യം കഴിഞ്ഞതിന് ശേഷം ഭക്തന്മാർക്ക് അന്നദാനം നൽകിയാണ് മകം തൊഴൽ പൂർത്തീകരിക്കപ്പെടുന്നത്. നമുക്കും മുണ്ടേരിക്കാവിലെ ശ്രീ മഹാലക്ഷ്മിയെ തൊഴുത് പ്രാർത്ഥിക്കാം. ഓം സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. മഹാലക്ഷ്മീ നമഃ. എൻ്റെ പേര് ഗജാനൻ. ഞാൻ സ്വന്തം നാട് കർണാടകയിൽ ഇങ്ങോട്ട് വന്നിട്ട് 8 കൊല്ലമായി. ദേവസ്വം ബോർഡ് സ്റ്റാഫായിട്ട് 8 കൊല്ലം, 8ാമത്തെ കൊല്ലം. ഈ മഹാലക്ഷ്മി ക്ഷേത്രം ഇവിടെ മുണ്ടേരിക്കാവ് മഹാലക്ഷ്മി ക്ഷേത്രം എന്നാ പറയും. നട തുറക്കുന്ന സമയം രാവിലെ 5:30 മുതൽ 9:30 വരെ, വൈകുന്നേരം 5:30 മുതൽ 7:30 വരെ.
എല്ലാ ദിവസവും പ്രധാന വഴിപാട് നെയ്പായസം, വെള്ളച്ചോറ് നൈവേദ്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം നൈവേദ്യം മാത്രമേ ഉള്ളൂ. മകൻ തൊഴിൽ എല്ലാ മാസം മകൻ തൊഴിൽ പ്രാർത്ഥന നടക്കുന്നുണ്ട്, അന്നദാനവും നടക്കുന്നുണ്ട്. മകൻ തൊഴിൽ പ്രാർത്ഥനയായിട്ട് എല്ലാ ഭക്തജനങ്ങൾ വ്രതം പിടിക്കുന്നുണ്ട്. വ്രതത്തിൻ്റെ അവലും മലരും പഴവും ഇതെല്ലാം ഒരു തളികൽ വെച്ചിട്ട് ഉള്ളിൽ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ നെയ്വേദ്യമിട്ട് പുറത്ത് കൊടുത്തതിന് ശേഷം അതും സേവിച്ചിട്ട് പിന്നെ വ്രതം പൂർണ്ണമാവും. 12 മണിക്ക് ഉച്ചപൂജ, അതിനുശേഷം അന്നദാനം തുടങ്ങും. പിന്നെ ജ്യേഷ്ഠാ ഭഗവതി കന്നിമാസ ത്രികേട്ടകൻ്റെ പ്രധാന വഴിപാട്, അത് ജ്യേഷ്ഠാ ഭഗവതിനെ പിറന്നാളായിട്ട് പരിപാടി നടക്കുന്നുണ്ട്. അന്ന് തേങ്ങാച്ചോറ് പായസം പടക്കുന്നുണ്ട്. തേങ്ങാച്ചോറ് നൈവേദ്യം, വെള്ള നൈവേദ്യം, പായസപ്പട നൈവേദ്യം, അതിനുശേഷം ഉച്ചപൂജ. ഇത് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാരുടെ പ്രാർത്ഥനയും ഉണ്ടാവും. അതിന് കിരാത്തമൂർത്തി ഉണ്ട്. കിരാത്തമൂർത്തിൻ്റെ ശിവപൂജ, ശിവരാത്രിൻ്റെ പ്രധാന പൂജ എല്ലാ ദിവസവും നൈവേദ്യം നടക്കുന്നുണ്ട്. പിന്നെ അയ്യപ്പനെ ഭക്തമാർകളുടെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ നീരാഞ്ജനവും നെയ്യഭിഷേകവും മലർ നൈവേദ്യം ഇത് എല്ലാം നടക്കുന്നുണ്ട്. തേങ്ങാച്ചോറ് നൈവേദ്യം ഉദ്ദേശിക്കുന്നത് ഇവർ മനസ്സിൽ എന്താ പ്രാർത്ഥനകളുണ്ട്, ശത്രുസംഹാരങ്ങളുണ്ട്, ശത്രുബാധകളുണ്ട്, അതെല്ലാം മാറിപ്പോവും. ആരോഗ്യം കിട്ടും, ഐശ്വര്യം കിട്ടും. പ്രധാനമായിട്ട് നമ്മൾ പ്രാർത്ഥന, തേങ്ങാച്ചോറിൻ്റെ പ്രാർത്ഥനയാണ്. ഒരു തേങ്ങാച്ചോറ് നൈവേദ്യത്തിട്ടാൽ മതി ജ്യേഷ്ഠാഭഗവത്തിൻ്റെ. ആ നമ്മൾ മനസ്സിലുള്ള കൽമശകളെല്ലാം മാറിപ്പോവും, ഐശ്വര്യങ്ങൾ കിട്ടും. ധാരാളം ആളുകൾ വന്നിട്ട് പ്രാർത്ഥന ചെയ്യാനുണ്ട്. കന്നിമാസത്തിൻ്റെ ത്രികേട്ടകൻ്റെ ഒരുപാട് ആളുകൾ, 300 ആൾക്കാരിന് അധികം പ്രാർത്ഥന കൊടുക്കുന്നുണ്ട്. അങ്ങനെ പടിഞ്ഞാറോട്ട് ദർശനമായുള്ള മഹാലക്ഷ്മിയെ തൊഴുതു പ്രാർത്ഥിച്ച് പ്രദക്ഷിണ പഥത്തിലൂടെ എത്തുമ്പം ജ്യേഷ്ഠാ ഭഗവതിയെ കാണാം. നമ്മൾ ക്ഷേത്രങ്ങളിൽ എവിടെയും പൊതുവെ ജ്യേഷ്ഠാ ഭഗവതിയെ പ്രതിഷ്ഠിച്ചിട്ട് കാണാറില്ല. പക്ഷേ മുണ്ടേരിക്കാവ് ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ ജ്യേഷ്ഠാ ഭഗവതിക്ക് പ്രത്യേകം ശ്രീകോവിൽ സോപാനത്തോടുകൂടി എല്ലാ അനുഷ്ഠാനത്തോടുകൂടി ക്ഷേത്ര നിർമ്മാണം, അവിടെ ആരാധന. മറ്റൊരു പ്രത്യേകത, എല്ലാ കന്നിമാസത്തിലെയും തൃക്കേട്ടക നാളിൽ ഈ ക്ഷേത്രത്തിൽ വളരെ വിശേഷമായി ജ്യേഷ്ഠാ ഭഗവതിക്ക് ആരാധനയും അനുഷ്ഠാനങ്ങളും നടക്കുന്ന ക്ഷേത്രം. മറ്റൊന്ന്, എല്ലാ ക്ഷേത്രങ്ങളിലും വെള്ള നിവേദ്യവും പായസമൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ തേങ്ങ ഉള്ള നിവേദ്യം, ആ നിവേദ്യത്തിൽ തേങ്ങ സമർപ്പിച്ചിട്ടാണത്രേ ഭഗവതിക്ക് സമർപ്പിക്കുന്നത്. അത് കാര്യസാധ്യത്തിന് വേണ്ടിയും ഒപ്പം ജീവിതത്തിലുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യാനും ശത്രുദോഷ പരിഹാരത്തിനും ഒക്കെ ഇവിടുത്തെ ഈ ഒരു നിവേദ്യം വളരെ പ്രസിദ്ധമാണ്. അതുകൊണ്ട് തന്നെ പല ദേശങ്ങളിൽ നിന്നും ഇവിടെ വന്ന് ജ്യേഷ്ഠാ ഭഗവതിക്ക് ഈ നിവേദ്യം കഴിച്ച് തൊഴുതു പോകുന്നവരും ഏറെയാണെന്ന് ഇവിടുത്തെ ക്ഷേത്ര അനുഭവസ്ഥരും ഐതിഹ്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചു. ജ്യേഷ്ഠാ ഭഗവതിയെ തൊഴുതതിന് ശേഷം പ്രദക്ഷിണമായി നമ്മൾ വരുന്ന സമയത്ത് കിരാതമൂർത്തിയായ മഹാദേവനാണ്. പയ്യാവൂര് നമുക്കറിയാം, ഈ ദേശത്തിൻ്റെ മുഴുവൻ ഒരു അനുഷ്ഠാനത്തിൻ്റെ ഭാഗമാണ് പയ്യാവൂര് മഹാദേവൻ. ആ പയ്യാവൂരപ്പനെ നെയ്യമൃത് വെച്ച് തൊഴുത് കാര്യസാധ്യം നേടുന്നവരാണ്. ആ പയ്യാവൂരിൽ നിന്നും ഈ കിരാതമൂർത്തിയായ ചൈതന്യം ഈ പ്രദേശത്തിൻ്റെ മഹത്വവും ഇവിടുത്തെ ദൈവീകതയും ഉൾക്കൊണ്ട് ഇവിടെ ചൈതന്യം ഉണ്ടായി എന്നാണ്. അങ്ങനെയാണ് ഇവിടുത്തെ അഷ്ടമംഗല്യ പ്രശ്നത്തിന് ശേഷം ഇവിടെ കിരാതമൂർത്തിയെ പടിഞ്ഞാറോട്ടേക്ക് ദർശനമായി പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്നത്. പ്രദക്ഷിണ വഴിയിലൂടെ നമുക്കും കിരാതമൂർത്തിയായ മഹാദേവനെ തൊഴുതു പ്രാർത്ഥിക്കാം.
അങ്ങനെ വിശേഷപ്പെട്ട എല്ലാ അനുഷ്ഠാനങ്ങളും നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് മുണ്ടേരിക്കാവ് ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രം. കർക്കടക മാസത്തിൽ നിറ, ചിങ്ങമാസത്തിലെ പുത്തരി, വിശേഷിച്ച് മണ്ഡലമാസം, നവരാത്രി പോലുള്ള കാലഘട്ടങ്ങളിൽ വിദ്യാരംഭം, അതുപോലെ തന്നെ ഗ്രന്ഥപൂജ, അനുഷ്ഠാനങ്ങൾ ഒക്കെ ചെയ്യുന്ന, അതുകൊണ്ട് തന്നെ ഈ ദേശക്കാരെ സംബന്ധിച്ച് മഹാലക്ഷ്മി വിളിച്ചാൽ വിളിപ്പുറത്താണ് എന്നാണ് ഇവിടുത്തെ അനുഭവം. ഇത്രയും അനുഷ്ഠാനങ്ങൾ നടക്കുന്നൊരു ക്ഷേത്രം കൂടിയാണത്രേ മുണ്ടേരിക്കാവ് ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രം. മുണ്ടേരിക്കാവ് ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രത്തിലെ ഐതിഹ്യങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചുമാണ് പ്രേക്ഷകർ കണ്ടത്. ഒരു കാലഘട്ടത്തിൽ ധാരാളം ബ്രാഹ്മണ പരമ്പരകളുണ്ടായ ഒരു ദേശം. ഇന്നും ഈ പരിസരങ്ങളിൽ പല ദിക്കുകളിലും മഠങ്ങളുടെയും ഇല്ലങ്ങളുടെയും ഒക്കെ അവശിഷ്ടങ്ങൾ ഈ ഭൂമിയിൽ കാണാനിടവന്നു എന്ന് ഇവിടുത്തെ ഐതിഹ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി. ഒരു കാലഘട്ടത്തിൽ ബ്രാഹ്മണ പരമ്പരകൾക്കും ഈ ദേശത്തിലും ധാരാളം ദാരിദ്ര്യം വന്ന സമയത്ത് ആ ബ്രാഹ്മണ പരമ്പരകളൊക്കെ ചേർന്ന് മഹാലക്ഷ്മിയെ തപസ് ചെയ്തു എന്നും അങ്ങനെ മഹാലക്ഷ്മി പ്രത്യക്ഷപ്പെട്ടുവെന്നും അത് സ്വയംഭൂവായി പ്രത്യക്ഷപ്പെട്ടുവെന്നും അറിയപ്പെടുന്ന ഐതിഹ്യമുള്ള ക്ഷേത്രം. കന്നിമാസത്തിലെ മകം നാളിൽ ഇവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് കാര്യം സാധ്യം നേടുന്നവർ ഏറെ. ജ്യേഷ്ഠാ ഭഗവതിക്ക് അപൂർവങ്ങളിൽ അപൂർവം മാത്രമേ ക്ഷേത്രപ്രതിഷ്ഠയുള്ളൂ. മുണ്ടേരിക്കാവ് ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ ജ്യേഷ്ഠാ ഭഗവതിക്ക് പ്രത്യേകം പ്രതിഷ്ഠ. അവിടുത്തെ വെള്ള നിവേദ്യത്തിൽ നാളികേരമുട്ട ഉൾക്കൊള്ളിച്ചിട്ടുള്ള നിവേദ്യം ഇത് തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. സദാകാലം മഴയും വെയിലും നനഞ്ഞിരിക്കുന്ന വനശാസ്താവും അതുപോലെ തന്നെ കിരാതമൂർത്തിയായ മഹാദേവൻ, ഇത്രയും അനുഷ്ഠാനങ്ങൾ ചേർന്നതാണ് മുണ്ടേരിക്കാവ് ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രം. ഒപ്പം കർക്കിടക മാസത്തിൽ രാമായണ പാരായണം, നിത്യം ഭാഗവത പാരായണം, അതുപോലെ തന്നെ നവരാത്രി, മണ്ഡലം, ഇത്തരം വിശേഷങ്ങൾ കൂടാതെ ഉത്സവ അനുഷ്ഠാനം നടക്കുന്ന ക്ഷേത്രം. ഇത്രയും ചേർന്നതാണത്രേ നമ്മുടെ മുണ്ടേരിക്കാവ് ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രം. നമ്മുടെ ക്ഷേത്രത്തിലെ ഐതിഹ്യങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇവിടെ പൂർണ്ണമാകുന്നില്ല. മറ്റൊരു ക്ഷേത്രത്തിലെ ഐതിഹ്യവും അനുഷ്ഠാനവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്തേ.